അസ്സലാമു അലൈക്കും. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കള്ളസത്യത്തെ പറ്റിയിട്ട്. കള്ളസത്യം ചെയ്യാൻ പാടില്ല. കാരണം കള്ളസത്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ തെറ്റുകാരാവുന്നത്. കാരണം നമ്മുടെ കൈകളിൽ അള്ളാഹ് എന്നുള്ള നാമം ഉള്ളത് കൊണ്ടാണ് നമ്മൾ സത്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. അതിനുള്ള തെളിവ് നമ്മൾ മുന്നേ ഖുറാനിൽ നിന്നും ബൈബിളിൽ നിന്നും ഹദീസിൽ നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് റിയാദ് സ്വാലിഹീൻ എന്ന മൂന്നാം വ്യാളം ഹദീസ് ഗ്രന്ഥത്തിലെ 315 ചാപ്റ്ററായ കള്ളസത്യം എന്ന ആ ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങളാണ്. ഇബ്നു മസൂദ് റളിയല്ലാഹു പറയുന്നു, നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിമിന്റെ ധനം അന്യമായി തട്ടിയെടുക്കാൻ വല്ലവനും കള്ളസത്യം ചെയ്താല് കുപിതനായിട്ടേ അള്ളാഹുവിനെ അവൻ കണ്ടെത്തിക്കൂ, അഥവാ അള്ളാഹു കോപിക്കുന്നതായിട്ട് ഉണ്ടാവുന്നു. അപ്പൊ അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്ന ഖുർആൻ വാക്യം അവിടുന്ന് ഞങ്ങളെ ഓതി കേൾപ്പിച്ചു എന്ന്. അപ്പൊ എന്താണ് ആ ഖുർആൻ വാക്യം? അൽ ഇമ്രാൻ 66. വേദക്കാരെ, ഇബ്രാഹിമിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്നത്? തൗറാത്തും ഇഞ്ചീലും അവർക്ക് തരികപ്പെട്ടതും അദ്ദേഹത്തിന് ശേഷമാണല്ലോ. നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? ഹേ കൂട്ടരെ, നിങ്ങൾ അറിവുള്ള കാര്യത്തെ പറ്റി നിങ്ങൾ തർക്കിച്ചു. ഇനി നിങ്ങൾക്ക് അറിവില്ലാത്ത വിഷയത്തിൽ നിങ്ങൾ എന്തിനു തർക്കിക്കുന്നു? അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല എന്ന്. അപ്പൊ എന്താണ് കള്ളസത്യം ചെയ്യരുത് എന്ന് പറയാൻ കാരണം? അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. കാരണം നമ്മളെ കൈകളിൽ അള്ളാഹു ഉള്ളത് കൊണ്ട് അള്ളാഹു ആ കാര്യം വ്യക്തമായിട്ട് അറിയുന്നുണ്ട്. പക്ഷെ അത് നമുക്കറിയില്ല. നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത് നമ്മുടെ കൈകളിൽ അള്ളാഹു ഉള്ളതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നത്. അതിൽ തന്നെ അബു ഉമാമ റളിയല്ലാഹു നിവേദനം ചെയ്യുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കള്ളസത്യം ചെയ്തത് കൊണ്ട് ഒരു മുസ്ലിമിന്റെ ധനം വല്ലവനും പങ്കിട്ടെടുത്താല് അള്ളാഹു അവന് നരകം സ്ഥിരപ്പെടുത്തുകയും സ്വർഗം നിഷിദ്ധമാക്കുകയും ചെയ്യും. ഒരാൾ ചോദിച്ചു, അത് എത്ര നിസാരമാണെങ്കിലും പ്രവാചകരെ? അവിടുന്ന് പറഞ്ഞു, അതൊരു ഉഗവൃക്ഷത്തിന്റെ ചെറിയ കൊമ്പാണെങ്കിലും ശരിയെന്ന്. അബ്ദുള്ള റളിയല്ലാഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനോട് പങ്കു ചേർക്കലും മാതാപിതാക്കളെ ശല്യപ്പെടുത്തലും കള്ളസത്യം ചെയ്യലും കൊല ചെയ്യലും മഹാപാപങ്ങളിൽ പെട്ടത് തന്നെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു നിവേദനം, റസൂൽ പറഞ്ഞത് കേട്ടു, കള്ളസത്യം കച്ചവടത്തിന് അല്ലെങ്കിൽ കച്ചവട ചരക്കിനെ വിറ്റഴിക്കുന്നതും ബർക്കത്തിനെ ക്ഷയിപ്പിക്കുന്നതുമാണ്, അഥവാ അഭിവൃദ്ധിയെ നശിപ്പിക്കുന്നതാണെന്ന്. അപ്പൊ കച്ചവടത്തിൽ നമ്മൾ കള്ളസത്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കച്ചവട ചരക്കുകളൊക്കെ വിറ്റുപോകും, പക്ഷെ നമുക്ക് അതിൽ ഒരു ബർക്കത്തും ഉണ്ടാവില്ല എന്ന്. കാരണം നമുക്ക് ബർക്കത്തില്ല എന്ന് പറയുന്നത് നമുക്ക് വരുന്ന സമ്പത്ത് അഥവാ തിരിച്ചു വേറെ മാർഗത്തിൽ കൂടെ അത് നഷ്ടപ്പെടാനും വഴിയുണ്ടാവും. കാരണം അത് നമുക്ക് സ്ഥിരമായിട്ട് ഉണ്ടാവണം എന്നില്ല. കാരണം അത് നഷ്ടത്തിലേക്കാവും എത്തിക്കുക, അല്ലെങ്കിൽ അഭിവൃദ്ധിയെ ഇല്ലാതാക്കും എന്നാണ് പറയുന്നത്.